വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ജെയ്ഡ് സർവീസിലെ ആദ്യ കപ്പൽ MSC മിയ നങ്കൂരമിട്ടു. 399.99 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുള്ള കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് 16 മീറ്ററാണ്. ലോകത്താദ്യമായി 24 കണ്ടെയ്നർ ഡക്ക് കപ്പലുകൾ ആരംഭിച്ചതും ഈ കപ്പൽ ശ്രേണിയിലാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്പുമായിട്ടൊരു സ്ഥിര ചരക്ക് സംവിധാനം ആരംഭിക്കുകയാണ്. ഇന്ത്യ യൂറോപ്പ് ജെയ്ഡ് സർവീസിനാണ് ഇന്ന് പുലർച്ചെ 2:15 ആരംഭമായിട്ടുള്ളത്. MSC മിയ എന്ന കൂറ്റൻ ചരക്ക് കപ്പലാണ് തീരത്ത് നങ്കൂരമിട്ടത്. 399.99 മീറ്റർ നീളവും 65 മീറ്റർ വീതിയുമുള്ള കപ്പലാണ് ഇന്ന് പുലർച്ചെ 2:15 തീരത്ത് നങ്കൂരമിട്ടത്. ചൈനയിൽ നിന്നും കപ്പൽ സ്പെയിനിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ചൈന തീരത്ത് എത്തിയ കപ്പൽ ദിവസങ്ങൾക്ക് മുന്നേ കാലാവസ്ഥയുമായിട്ട് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇന്നലെയോടുകൂടി നങ്കൂരമിടുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ അത് വൈകി ഇന്ന് പുലർച്ചെയായിരിക്കുകയാണ്. എന്തായാലും രാജ്യത്ത് ആദ്യമായിട്ടൊരു സ്ഥിര ചരക്ക് കപ്പൽ MSC എന്ന കൂറ്റൻ ചരക്ക് കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ കപ്പൽ കമ്പനിയുമായിട്ട് ഇന്ത്യ കൈകോർത്തു. യൂറോപ്പിലേക്ക് പോകുന്ന ആദ്യ ജെയ്ഡ് സർവീസ് തീരത്തെത്തിയിട്ടുണ്ട്. 16 മീറ്ററാണ് കപ്പലിന്റെ ഡ്രാഫ്റ്റ് ആഴമെന്ന് പറയുന്നത്. വിഴിഞ്ഞം തീരത്തെ സംബന്ധിച്ചിടത്തോളം 20 അടിയോളം ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള സുഗമമായിട്ടുള്ള തീരമുണ്ട്. തീരത്തേക്ക് വന്ന രണ്ടാമത്തെ ആഴം കൂടിയ ഒരു ഡ്രാഫ്റ്റ് കപ്പൽ കൂടിയാണ് MSC മിയ എന്നത്. MSCയുടെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായിട്ടുള്ള MSC ഐറീന ദിവസങ്ങൾക്ക് മുന്നെയാണ് തീരത്തെത്തിയത്. ഇതോടുകൂടി വിഴിഞ്ഞത്ത് ഏതാണ്ട് 20 കൂറ്റൻ മദർഷിപ്പുകൾ തീരത്ത് നങ്കൂരമിട്ടിട്ടുണ്ട്. MSCയുടെ സ്ഥിര ജെയ്ഡ് സർവീസ് വന്നതോടുകൂടി ഇനി ടോക്കനുകൾക്ക് കാത്തു നിൽക്കാതെ MSCയുടെ കപ്പലുകൾക്ക് സുഗമമായിട്ട് വന്നു പോകാൻ സാധിക്കും. അന്താരാഷ്ട്ര കപ്പൽ ചാലിന് സമീപമായ വിഴിഞ്ഞം തീരം അന്താരാഷ്ട്ര കപ്പൽ ചാലിന് സമീപമായതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്നും ചൈനയിലേക്കുള്ള ചരക്ക് മാർഗം സുഗമമാക്കാനാണ് MSC വിഴിഞ്ഞം തീരത്തെ ഒരു സ്ഥിര സർവീസായിട്ട് തിരഞ്ഞെടുത്തത്. അതെ, അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ നേട്ടം തന്നെയാണ് വരുന്നത്. ഇത്തരം വലിയ കപ്പലുകൾ ഇനിയുള്ള കാലങ്ങളിൽ വിഴിഞ്ഞത്തേക്ക് എത്തും. വിഴിഞ്ഞത്തിൻ്റെ മുഖം തന്നെ മാറുന്നു എന്നുള്ള കാര്യമാണ് ടിൻഡു റിപ്പോർട്ട് ചെയ്യുന്നത്.